നമുക്കിന്നൊരു ചക്കക്കുരുവും ഉണക്കമീനും വെച്ചൊരു നാടൻ കറി തയ്യാറാക്കിയല്ലോ. അതിന് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഉണക്കമീനും ഏത്തവാഴയ്ക്കായും തക്കാളിയും പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഉപ്പ് നോക്കി ചേർക്കുക, മീൻ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക. നമുക്കിതിൽ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങായും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ കളറിന് വേണ്ടി മാത്രം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ മീൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ മീൻ നമുക്ക് അങ്ങനെ മുള്ള് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ചേർക്കാം. മീൻ അങ്ങനെ നമ്മൾ മുഴുവനോടെ ചേർക്കുമ്പോൾ നമ്മൾ എടുത്തൊന്ന് കുടയുമ്പോൾ ഉണ്ടല്ലോ, ആ മീനിൻ്റെ ദശ വേറെയും മുള്ള് വേറെയായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു മാറ്റി മുഴുവനോടെ ചേർത്തത്. ഒരു ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് എണ്ണ ചേർക്കാം. കടുകും ഉലുവായും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് ചേർക്കുന്നത്. ഞാനിതിൽ കറിയിലോട്ട് നമ്മുടെ അരപ്പ് ചേർക്കുന്നത് കാണിക്കാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഇനി നമ്മൾ ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പം ഇതിലോട്ട് നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ അരപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കും. അത്രേ ഉള്ളൂ. മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർക്കും. അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഇതിലോട്ട് അരപ്പ് ചേർക്കുക കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ പച്ചമണം മാറുമ്പോൾ കുറച്ച് പുളിയും കൂടെ ചേർക്കാം. പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് പുളി ചേർത്ത് ഇനി നമ്മളിത് നമ്മുടെ കറിയിലോട്ട് ചേർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ കറി വെന്തിട്ട് നമ്മൾ കറി എല്ലാം റെഡിയായി നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.